അന്നൊരു ദിവസം നിങ്ങളോട് ഞാനൊരു സ്ഥലം പറഞ്ഞില്ലേ, ഈ റെഗോ എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനിയിൽ ജോലി കിട്ടുമോ, അവർ നമുക്ക് ജോലിയൊക്കെ സെറ്റാക്കുമെന്നൊക്കെ. ആ സെയിം ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഞാൻ അടിയിലേക്ക് ഇറങ്ങി പോവാണ്. അപ്പം എന്തിനാ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് എല്ലാറ്റിനോ ഇന്ന് 8-ാം തീയതി 10:53 സമയം. സോ ലെറ്റ്സ് ഗോ. സോ ആ കാണുന്നതാണ് നമ്മുടെ കമ്പനി. നമുക്ക് മെല്ലെ റോഡ് ക്രോസ് ചെയ്യാം, എന്നിട്ട് അവിടേക്ക് പോവാം. ഇതാണ് കമ്പനി. സോ അവരെനിക്കൊരു പേപ്പർ തന്നു ഫില്ല് ചെയ്യാൻ വിത്തൊരു പേന. ഇതാണ് കമ്പനിയുടെ പേന. ലെറ്റ്സ് ഗോ. അങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ജോലി കിട്ടി. നമ്മളിനി മെല്ലെ വീട്ടിലേക്ക് പോകണം. ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ള ജോലിയാണെങ്കിൽ അത് ചിലപ്പോൾ കിട്ടുമെന്ന്. അപ്പോൾ അവർ ജോലി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിനി ആളങ്ങനെ മറ്റന്നാൾ ബുധനാഴ്ച ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ചെറിയ പരിപാടിക്ക് ശേഷം അവർ 11 മണി സംതിങ്ങിനായിട്ട് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ്. എന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കറക്റ്റായിട്ട്. ചെറിയ പണിയാണ്, നോർമൽ ഇവിടുത്തെ പണികൾ. എന്തെങ്കിലും എടുത്ത് വയ്ക്കലും പരിപാടികളൊക്കെ ആവും, പാക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ടാണ് ഈ പണിയെന്ന് കേട്ടത്. സോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ചില ആൾക്കാർക്ക് ഇങ്ങനെ കിടക്കും ജോലി ഇല്ലെങ്കിൽ. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇല്ല എന്നാണ് ഞാൻ പറയണേ. ജോലിയില്ല ടെൻഷൻ അടിച്ചിട്ടുണ്ട്. നേരെ പോയി കൺസൾട്ടൻസിയിലേക്കൊക്കെ പോവുക, ജോലി തപ്പുക, ജോലി കിട്ടും. പിന്നെ അറിയണ ഡച്ചും ജർമ്മനൊക്കെ പറയുക, പിന്നെ ഇംഗ്ലീഷിൽ പഠിക്കുക എന്നല്ല, നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടി പോയി കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും. ആൻഡ് താങ്ക്സ് ടു റെഗോ M10. ശരിയപ്പോൾ ലാസ്റ്റത്തെ ആ വീഡിയോയിൽ ഞാൻ ഭയങ്കര സാഡോടൊക്കെ വീട്ടിലേക്ക് പോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ബട്ട് ഇപ്പം ഞാൻ ഹാപ്പി മോഡിലാണ്. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എൻ്റെ ചാവികൾ വീണ്ടും തുറക്കുന്നു. ലാസ്റ്റ് 5,000. യെസ് ഓർ നോ?